Hi, hello, all my beautiful souls. Welcome back to my channel. I am so happy and excited to be here with another tarot reading, and I hope all my friends are safe and doing awesome today. So, in the topic, how are they feeling about you right now? അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവരെന്താണ് നിങ്ങളെ പറ്റി ഇപ്പം ഫീൽ ചെയ്യുന്നത് അവരുടെ ജനറൽ ആയിട്ടുള്ള ഫീലിങ്സോ സിറ്റുവേഷനോ അല്ല നിങ്ങളോടുള്ള ഫീലിങ്സ് ഓക്കെ ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് എന്താണ് അവർ നിങ്ങളെ പറ്റി ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്താണ് അവർ ഫീൽ ചെയ്യുന്നത് അഗെയിൻ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുക നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ഓൾറൈറ്റ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓൾറൈറ്റ് ബട്ട് ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ കാണാൻ നിങ്ങൾക്കൊരു റീസൺ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ മെസ്സേജ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടതായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഓക്കെ സോ ടേക്ക് ഇറ്റ് വാട്ട് എവർ റെസനേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ ആൻഡ് ലീവ് ദ റെസ്റ്റ് ഫോഴ്സ്ഫുള്ളി ഒന്നും അട്രാക്ട് ചെയ്യാതിരിക്കുക ലൈഫിലേക്ക് ഓൾറൈറ്റ് സോ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവാത്ത കാര്യം ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓൾറൈറ്റ് സോ ഞാനിവിടെ 3 കാർഡ്സാണ് എടുത്തു വെച്ചിട്ടുള്ളത് കാർഡ് നമ്പർ 1 കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3 സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആൻഡ് ക്രിയേറ്റ് ദാറ്റ് വൈബ്രേഷൻ എന്നിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാം Think about your person. Alright, let's start with card number 1. Card number 1. How are they feeling about you right now? Near, forgive and reunion. സോ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങൾ അതിനെപ്പറ്റി അല്ലെങ്കിൽ അവരെ പറ്റി ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഫൊഗീവ് മേ ബി നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ഹേർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം സോ ആ ഒരു ഫൊഗീവ്നെസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ റീയൂണിയനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും റീയൂണിയൻ ഉണ്ടായിരിക്കാം കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൾറൈറ്റ് സോ ആരോ ഒരാൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫൊഗീവ് ചെയ്യണം നിങ്ങളായിരിക്കാം അവരായിരിക്കാം സോ ആ ഒരു ഫൊഗീവ്നെസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫൊഗീവ് ആൻഡ് റീയൂണിയൻ ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ കാർഡ് നമ്പർ 1 അവരെന്താണ് നിങ്ങളെ പറ്റിയിട്ട് ഫീൽ ചെയ്യുന്നത് ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് ദിസ് മൊമെന്റ് കാർഡ് നമ്പർ 1 സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് സീക്രറ്റ് ആയിട്ട് വെക്കുന്നുണ്ടായിരിക്കാം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അത് ഈ റിലേഷൻഷിപ്പ് ഫീലിങ്സ് സ്നേഹം സീക്രറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഓക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം റീയൂണിയൻ ആയിരിക്കാം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങളോടുള്ള ഒരു സ്നേഹം എപ്പോഴും അവർക്കൊരു സ്പെഷ്യലാണ് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കൺട്രോളിങ് ഇഷ്യൂ ഉണ്ടായിരിക്കാം കൺട്രോളിങ് ഒബ്സെഷൻ ഓക്കെ നിങ്ങൾ അവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ സോ അതൊക്കെ അവർക്കൊരു പ്രശ്നമായിട്ട് അവരുടെ മനസ്സിലുണ്ട് പക്ഷെ എന്നാലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ സീക്രറ്റ് ആയിട്ട് വെക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സീക്രറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷേ എന്തോ ഒരു കാര്യം ഓക്കെ അവരുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വേറെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ഓക്കെ സോ അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു ഫീലിങ്സ് സീക്രറ്റ് ആയിട്ട് അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യാത്തത് സീക്രറ്റ് ആയിട്ട് വെക്കുന്നത് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട് നിങ്ങളോടുള്ള സ്നേഹമുണ്ട് നിങ്ങളെപ്പറ്റി അവർ ഓർക്കാറുണ്ട് പക്ഷേ ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സ്നേഹം ഷെയർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല ഓക്കെ അവരൊരു റൈറ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വരും എന്ന് അവർക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കാം ഒരുപാട് ഒബ്സെഷൻ കൺട്രോളിങ് ഒക്കെ ഉണ്ടായിരിക്കാം പൊസസീവ് ആയിരിക്കാം ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പം ഉള്ളത്
സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ എന്തൊക്കെ കൊടുത്താലും അല്ലെങ്കിൽ അവരെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന എന്ത് കാര്യം അവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ആ ഒരു ഫീലിങ്സ് ഉണ്ട്. ദേ ആർ മിസ്സിങ് യു. ഈവൻ അവരുടെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോട് സ്നേഹം തോന്നുന്ന വേറെ ആളുകളും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഒരു സ്നേഹം അവർക്ക് സ്പെഷ്യലാണ്. സോ ആ ഒരു സ്നേഹം എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, അവരുടെ ഫീലിങ്സ് അവർ സീക്രട്ട് ആയിട്ട് വെക്കുകയാണ്. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷനൊക്കെ ശരിയായിട്ട് വരും, റീയൂണിയൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള സിറ്റുവേഷൻ റീയൂണിയൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം വരും അവർക്കറിയാം. സോ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? അവർ നിങ്ങളായിട്ടൊരു കോൺവെർസേഷനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ക്ലാരിറ്റി, കോൺവെർസേഷൻ. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ സന്തോഷിക്കാനുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ, എസ്പെഷ്യലി അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ ആ ഒരു കോൺവെർസേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ. ഓക്കെ, സോ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ടൈം ലൈഫിൽ വരും എന്ന് അവർക്കറിയാം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് പൊസസീവ് ആയിരിക്കാം നിങ്ങളുടെ അടുത്ത്. അതുപോലെ തന്നെ ഒബ്സെഷൻ, കൺട്രോൾ, നിങ്ങളുടെ സ്നേഹം വേറെ ആർക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ ആർക്കും ഷെയർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരുടെ ഫീലിങ്സ് അവർ സീക്രട്ട് ആയിട്ട് വെക്കുകയാണ്. ദേ ആർ നോട്ട് ഓപ്പണിങ് അപ്പ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടാവുമോ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന കാര്യം എന്തെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇനിയും ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ്, എസ്പെഷ്യലി അവർ വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ സ്നേഹം ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെന്റ്സ്, എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം അവരുടെ മനസ്സിലുണ്ട്, ആ ഒരു വിഷമം അവർക്ക് ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റ്സ്. ഓക്കെ, ആ കാര്യങ്ങൾ ഇനിയും നിങ്ങൾ റീയൂണിയൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. സോ ആ ഒരു കാര്യത്തിൽ അവർ ആ ഒരു ഫൊർഗീവ്നെസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇനിയും നിങ്ങൾ റീയൂണിയൻ ആവുന്ന സമയത്ത് ഇനിയും ഇതുപോലെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുമോ എന്നൊക്കെ അവർക്കൊരു പേടി ഉണ്ടായിരിക്കാം. സോ അവർ നിങ്ങൾ സീക്രട്ട് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, ദേ ആർ കീപ്പിംഗ് ദെയർ ഫീലിംഗ് ആൻഡ് ലവ് സീക്രറ്റ്. പക്ഷെ അവർ നിങ്ങളെ സീക്രട്ട് ആയിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ട് അവർക്ക് അറിയാം. നിങ്ങളുടെ എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, യു ആർ ഓൾവേസ് ഇൻ ദെയർ മൈൻഡ്, ദേ ആർ ഡ്രീമിങ് അബൌട്ട് യു. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇടയിൽ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവർ കമ്മിറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം റിലേഷൻഷിപ്പ്. എസ്പെഷ്യലി അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ സ്നേഹം ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. ദേ ഹേറ്റ് ദാറ്റ്, ദേ ഫൈറ്റ് ഫോർ ദാറ്റ്, ദേ ഫൈറ്റ് ഫോർ യുവർ ലവ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ആർഗ്യൂ ചെയ്യുന്നതും ഫൈറ്റ് ചെയ്യുന്നതും ആ ഒരു കാര്യത്തിനായിരിക്കാം. ബിക്കോസ് അവർക്ക് നിങ്ങളുടെ സ്നേഹം ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. അതെല്ലാം അവർക്കായിട്ട് തന്നെ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓവർ പൊസസീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ കൂടുതൽ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട് അവരെപ്പോഴും നിങ്ങളടുത്ത് ഫൈറ്റും ചെയ്യുന്നുണ്ടായിരിക്കാം, വഴക്കുണ്ടായിരിക്കാം. ഇനി നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരാളും അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പും ഇൻവോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു ഓവർ പൊസസീവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെയും സ്നേഹിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പോവോ അവരുടെ ലൈഫിൽ നിന്ന് പോവോ, അങ്ങനത്തെ കുറേ ഒരു പേടി, ഫിയർ ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളോടുള്ള ഫീലിങ്സ് സീക്രട്ട് ആയിട്ട് വെക്കുകയാണ്.
Card number 1, how are they feeling about you right now? So they are holding their feelings, okay? ഈ സ്നേഹത്തിൽ അവർ സ്റ്റക്കാണ്. എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ദേ ആർ ഓൾവേസ് കണക്റ്റഡ് ടു ദിസ് റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ഇതിന്ന് ഈ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ സ്നേഹം എപ്പോഴും വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് എപ്പോഴും വേണം, അല്ലെങ്കിൽ എപ്പോഴും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ദേ ആർ സിംഗിൾ. ആരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും അവരെവിടെയാണെന്നുണ്ടെങ്കിലും ദേ ആർ സിംഗിൾ ആൻഡ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു? സോ ദേ ആർ വെരി അറ്റാച്ച്ഡ് ടു യു. സോ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ന്യൂ സ്റ്റാർട്ട് വേണം. നിങ്ങളുടെ കൂടെ ഇനിയും അവർക്ക് ഒന്നിച്ചിട്ട് തന്നെ പോകണം. ആ ഒരു റീയൂണിയൻ വേണം. മേ ബി നിങ്ങളും അവർക്കോ എന്തെങ്കിലും ഒരു ഫോർഗീവ്നെസ്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്ത കാര്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ അടുത്ത് എന്തെങ്കിലും ഹേർട്ട് ചെയ്ത കാര്യത്തിന് ആ ഒരു ഫോർഗീവ്നെസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകണം. ആ ഒരു റീയൂണിയൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീയൂണിയൻ നിങ്ങളായിട്ട് ഇനിയും സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് ഇനിയും ലൈഫിൽ ഉണ്ടാവുന്ന അവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കാം. സോ മേ ബി അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അറിയായിരിക്കാം. സോ ദേ ആർ വെരി കോൺഫിഡൻറ്റ്. കാർഡ് നമ്പർ 1, ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള കോൺവെർസേഷനൊക്കെ അവർ റീകോൾ ചെയ്യുന്ന സമയം കൂടിയാണ്. ഓൾറൈറ്റ്, അവർ എന്തോ ഒരു കണക്റ്റഡ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് കണക്റ്റഡ് ആണ്. അവർ നിങ്ങൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ, മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല. കാർഡ് നമ്പർ 1, ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു? നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, അത് അവർ ഒരുപാട് ബോധർ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ലൈഫിലേക്ക് അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ആർഗ്യുമെന്റ്സ്, എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും ഒരുപാട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നിൽക്കുന്ന ആരെങ്കിലും വേറെ വ്യക്തിയായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം. സോ അത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്റ്റക്ക് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഓക്കെ, ബിക്കോസ് ദേ ആർ വെരി പൊസസീവ്, ബിക്കോസ് ദേ നോ ദ ട്രൂത്ത് ഓഫ് ദിസ് കണക്ഷൻ. അവർ ഒരുപാട് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ, ഒരുപാട് ഒബ്സസ്ഡ് ആണ് ഈ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തൊക്കെ കിട്ടിയാലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം ആണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളായിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും എന്ന് അവർക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു കാര്യം സിറ്റുവേഷനിൽ അവരുടെ ഫീലിങ്സും നിങ്ങളോടുള്ള സ്നേഹമൊക്കെ അവർ സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടാവും. അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ്, നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്, നിങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ. സോ അതാണ് കാർഡ് നമ്പർ 1, നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ ആ ഒരു ഫോർഗീവ്നെസ് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോ അവരോ ആ ഒരു ഫോർഗീവ്നെസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ അവർ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉള്ളത് പോലെ തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം നിങ്ങളായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ ഒരുപാട് അവരെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടാവും. സോ ദേ ഓൾവേസ് ഗെറ്റ് യുവർ എനർജി, അല്ലേ? അവർ നിങ്ങളെ പറ്റിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈവൻ കോണ്ടാക്റ്റിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ദേ ആർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, അതുപോലെ തന്നെ വളരെ പൊസസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. They can't imagine that you are sharing your love with somebody else. Okay, and they don't want to do that. So അതാണ് കാർഡ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 2 now. How are they feeling about you right now? Memory, feel, know the truths. Okay, കാർഡ് നമ്പർ 2, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആള്, അവരുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ദേ കൻ ഫീൽ ഓൾ ദി ടൈം. ഓക്കെ, നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേ കൻ ഓൾവേസ് ഫീൽ യു, ബിക്കോസ്
ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ഒരു കണക്ഷന്റെ ട്രൂത്ത് അവർക്ക് അറിയാം. എന്താണ് ഈ ഒരു കണക്ഷൻ, നിങ്ങൾ ആരാണ് അവരുടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമൊക്കെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കൂടുതൽ അവർക്ക് അറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് മെമ്മറീസ്, നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് മെമ്മറീസ്, നിങ്ങൾ ഒരുപാട് ആ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അവർ. സോ ഈവൻ നിങ്ങൾ അടുത്തില്ല എന്നുണ്ടെങ്കിലും they can always feel your presence. All right, card number 2. How are they feeling about you right now? Think about your person. How are they feeling about you right now? Card number 2. Card number 2. How are they feeling about you right now? Think about your person. Card number 2. So നിങ്ങളുടെ പേഴ്സൺ is not really happy with the situation. Okay, സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്ക് ആണ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കാം. അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് പാഷൻ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലൈഫിൽ വേണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ അവരിപ്പം സ്റ്റക്കാണ്, ആ ഒരു കാര്യത്തിൽ അവർ സ്റ്റക്കാണ്. സോ ഇമോഷണലി അവർ ഈ ഒരു സിറ്റുവേഷനിൽ അവൈലബിൾ അല്ല. ഓക്കെ, ഈവൻ അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ കാണാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? കാർഡ് നമ്പർ 2. സോ ഈ ഒരു സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സോ നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളായിരുന്നു, ഒരുപാട് നിങ്ങളോട് സ്നേഹമുള്ള ആളായിരുന്നു, ഒരുപാട് ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പ് ഒരുപാട് സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം. സോ ഈ ഒരു സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്യുന്നതാണ് അവർക്ക് നല്ലത് എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ മേ ബി നിങ്ങൾക്ക് ഓൾറെഡി വേറെ ഫാമിലി ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ അവർ മൂവ് ഓൺ ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്, അല്ലെങ്കിൽ അവരിപ്പം വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. മേ ബി ഏതെങ്കിലും ഫാമിലീസ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷനിൽ, കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ അവർ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്ന് ഈ ഒരു സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അവർക്ക്, കാരണം നിങ്ങളോട് അവർ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഓൾറൈറ്റ്, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അവർക്ക് മാറ്റി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ഒരുപാട് എഫക്ട് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അവരുടെ ജോലി ആയിരിക്കാം, വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ ഇമോഷണലി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരിപ്പം അൺഅവൈലബിൾ ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. മേ ബി ഫാമിലി, എസ്പെഷ്യലി ഫാമിലി ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം. ഓൾറൈറ്റ്, പക്ഷെ നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്നതായിരിക്കും. ഓൾറൈറ്റ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എല്ലാം ഉണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷന്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം നല്ലതെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. സോ ഇമോഷണലി അവർ അൺഅവൈലബിൾ ആയിരിക്കുകയാണ്. ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻഡ് ആക്കുന്നതാണ് ബെറ്റർ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇതൊരുപാട് അങ്ങനെ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാണ്. ഒരുപാട് ടോക്സിക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് അറ്റാച്ച്മെന്റ്, ഒബ്സഷനൊക്കെ നിങ്ങളോട് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് കൺട്രോൾ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് എഫക്ട് ചെയ്യുന്നത് പോലെ അവർ തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർ മൂവ് ഓൺ ചെയ്യണം എന്ന് തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. കാരണം അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. എസ്പെഷ്യലി വേറെ എന്തെങ്കിലും കാര്യം, എസ്പെഷ്യലി ഫാമിലി അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ ഒരു സ്നേഹം അവർക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാത്തത്. ഈ ഒരു സിറ്റുവേഷനിൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. സോ അവർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാണ്, കാരണം ഈ ഒരു സിറ്റുവേഷൻ അവർ ഇന്റൻഷനലി മൂവ് ഓൺ ചെയ്യാണ്.
ഓൾറൈറ്റ്. എസ്പെഷ്യലി ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഫാമിലി കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈവൻ അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹമുണ്ട്, അതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരുന്ന സമയം അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട്, നിങ്ങളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, പക്ഷെ അവരെ തന്നെ പിറകോട്ട് വിളിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അവര് മനഃപൂർവ്വം അല്ലാതെയോ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓൾറൈറ്റ്. Card number 2, how are they feeling about you right now? So card number 2. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷന് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, ഇനി നിങ്ങളോട് എത്ര സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാണ്. മേ ബി അവരിപ്പം അവരിൽ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അവരുടെ ജോലി, അവരുടെ കരിയർ, അവരുടെ പാഷൻ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആവുന്ന സമയം കൂടിയാണ്. മേ ബി അവർക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന കാര്യം അവർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല എന്ന് അവർക്കൊരു തോന്നലുണ്ടായിരിക്കാം. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അത് നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം എസ്പെഷ്യലി ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ. കാരണം അവർക്ക് ഈ ഒരു പെയിൻ ഇനിയും അവർക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല. നിങ്ങൾ അടുത്തുനിന്ന് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കെയർ, ആ ഒരു ലാക്നെസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ചെയ്യണമെന്ന് തോന്നുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കാണുന്നുണ്ടാവില്ല. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർ ഇമോഷണലി നിങ്ങളടുത്തുനിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന സമയമാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്ന സമയമാണ്. കാരണം അവർക്ക് ഒരു തോന്നലുണ്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ വരുന്നുണ്ടാവില്ല. ഇനി അവരുടെ ലൈഫിൽ വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ അവർ മാരീഡ് അല്ല, നിങ്ങൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഫാമിലി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്കൊരു തോന്നലുണ്ടായിരിക്കാം. ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർക്കൊരു തോന്നലുണ്ടായിരിക്കാം. എസ്പെഷ്യലി കാരണം ഫാമിലി, എസ്പെഷ്യലി ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പ് ഒരുപാട് ടോക്സിക് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടുന്നുണ്ടാവില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിരിക്കും, ഫിസിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. ഓക്കെ, ഈ ഒരു ഇമോഷനെക്കാട്ടിയും കൂടുതൽ, സ്നേഹത്തിനെക്കാട്ടി കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണെന്ന് അവർ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ വളരെ ടോക്സിക് ആയിട്ട് തോന്നുന്നത്. കാരണം ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്, സ്നേഹം, അവർ ആഗ്രഹിക്കുന്ന സ്നേഹമൊന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടുന്നുണ്ടാവില്ല. അതിന്റെ ഒരു ലാക്നെസ് കൊണ്ടാണ്. അതല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട്സ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു ലാക്നെസ്, ആ ഒരു സ്നേഹത്തിന്റെ ഇമോഷന്റെ ലാക്നെസ് ഉള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാൻ തോന്നുന്നത്. ഓൾറൈറ്റ്, സോ അതാണ് കാർഡ് നമ്പർ 2. നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3. How are they feeling about you right now? Mirroring, obsession, accept. Okay, mirroring. നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവരും ചിന്തിക്കുന്നുണ്ടാവുക. രണ്ടാൾക്ക് ഈഗോ ഉണ്ടായിരിക്കാം, ഒബ്സെഷൻ ഉണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ. എസ്പെഷ്യലി ഈ റിലേഷൻഷിപ്പിൽ ഒബ്സെഷനാണ്. അവരായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ അവരായിട്ട് വിട്ടുപോകില്ല ഈ ഒരു സിറ്റുവേഷന്. സോ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾ രണ്ടാളും ആക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ കണക്ഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും നിങ്ങൾ രണ്ടാളും ആക്സെപ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളുടെ അതേ ഫീലിങ്സ് തന്നെയാണ് ആൾക്കും തോന്നുന്നുണ്ടാവുക. ഒബ്സെഷൻ ഉണ്ടാവാം വളരെ നന്നായിട്ട്.
ഓക്കെ, രണ്ടാളും ഒബ്സസ് ചെയ്യുന്നുണ്ടാവും, രണ്ടാളും കൺട്രോൾ ചെയ്യുന്നുണ്ടാവും സിറ്റുവേഷനിൽ, രണ്ടാളും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, രണ്ടാൾക്കും നല്ല ഈഗോ ഉണ്ടായിരിക്കാം. കാർഡ് നമ്പർ 3, ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? How are they feeling about you right now? Card number 3. Tarot, have me the right message for card number 3. Talk to me. Come and talk to me. അവരായിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാനൊന്നും പോയില്ല, നിങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കണം, കോൺടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങളായിരിക്കണം എപ്പോഴും ലൈക്ക് ആ ഒരു ഈഗോ ആയിരിക്കാം. ദേ ഓൾവേസ് വോണ്ട് യു ടു ടോക്ക് ടു ദം ഫസ്റ്റ്. ഓക്കെ, ദേ ആർ റെഡി ടു ടോക്ക്. മിററിങ്, നിങ്ങളും അങ്ങനെ ആയിരിക്കാം, രണ്ടാളും അങ്ങനെ ആയിരിക്കാം, ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഒബ്സെഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, നിങ്ങളിപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളടുത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, നിങ്ങളും അതുപോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു? കാർഡ് നമ്പർ 3. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? ഓക്കെ, സോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഹേർട്ടായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, ഓർ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ട്രൂത്ത്സ്. മേ ബി അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, വേറെ തേർഡ് പാർട്ടി ഉണ്ട്, ഓർ തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടാവാം, അവർക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. സോ യു ബോത്ത് ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യണം. അതിൽ ഓവറായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അതെന്തെങ്കിലും തേർഡ് പാർട്ടി തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മിഡിലായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യം. സോ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു? ഒബ്സെഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ആ ഒരു ഒബ്സെഷൻ അവർക്കുണ്ട്. അവരും ഈ ഒരു സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യാണ്. ഈ സ്നേഹം റിലേഷൻഷിപ്പ് ആയിരിക്കാം, രണ്ടാളും ഈ റിലേഷൻഷിപ്പ് വിട്ട് കളയാനും റെഡിയല്ല, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനും പറ്റുന്നുണ്ടാവില്ല. അവർ ഈ ഒരു സിറ്റുവേഷൻ ഓവർ തിങ്ക് ചെയ്യുന്ന സമയമാണ്. എസ്പെഷ്യലി നൈറ്റിൽ അവർ ഈ ഒരു നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മേ ബി അവർക്ക് ഹേർട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഓർക്കുന്ന സമയത്ത് അവർക്കൊരു കെയറിങ് നേച്ചറാണ്. ഓക്കെ, അവർക്ക് ഒരുപാട് കെയർ ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കെയർ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളോട് അങ്ങനെ ആയിരിക്കാം. ആ ഒരു മോം അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഫീലിംഗ് നിങ്ങളോട്. ഇപ്പം എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിലും, നിങ്ങൾക്ക് ആ ഒരു ഈഗോ ഒബ്സെഷൻ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ദേ ആർ വെരി കെയറിങ്, റൈറ്റ്? പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവരായിട്ടൊന്നും സംസാരിക്കില്ല, നിങ്ങൾ വന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തിൽ വേണ്ട എന്തെങ്കിലും ക്ലാരിറ്റി, കോൺവെർസേഷൻ, നിങ്ങളായിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദേ വോണ്ട് ടു ഫൈറ്റ് വിത്ത് യു. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുള്ള കാര്യമായിരിക്കാം. സോ അതിന് അവർക്ക് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് നിങ്ങളോട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ഫൈറ്റ് ഉണ്ടാക്കണം, വഴക്കുണ്ടാക്കണം. ആ ഒരു ദേഷ്യം, ഫ്രസ്ട്രേഷൻ എല്ലാം നിങ്ങളടുത്ത് ഓപ്പൺ ചെയ്യണം. വളരെ ഒബ്സസ്ഡ് ആണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ. മേ ബി വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിലുള്ള എന്തെങ്കിലും വ്യക്തി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ട്. മേ ബി നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന എന്തെങ്കിലും കാര്യം, എസ്പെഷ്യലി ഫാമിലി ആയിരിക്കാം. ദർ ഈസ് സംതിങ് ബിറ്റ്വീൻ ദിസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന, ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അവരുടെ ഫാമിലീസ് ആയിരിക്കാം, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, വേറെ വ്യക്തി ആയിരിക്കാം, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളതായിരിക്കാം. സോ നിങ്ങൾ ആ ഒരു റൈറ്റ് പാർട്ട്ണർ, നിങ്ങൾക്കറിയാം ഇതാണ് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ, അല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ട്ണർ, ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് രണ്ടാൾക്കും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരങ്ങനെ അംഗീകരിക്കാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം. ഓക്കെ, നിങ്ങൾ മേ ബി ആ ഒരു നിങ്ങൾക്ക് അങ്ങനെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ദാറ്റ്സ് വൈ യു ആർ മിററിങ് ഈച്ച് അതർ. നിങ്ങൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്.
സോ നിങ്ങൾ എന്താണ് അവരെ പറ്റിയിട്ട് വിചാരിക്കുന്നത്, എന്ത് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ഇമോഷൻ, അതുപോലെ തന്നെയാണ് അവർക്കും ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഒബ്സഷൻ, സ്നേഹം, കെയറിങ് എല്ലാം ഉണ്ട്. ബട്ട് കം ആൻഡ് ടോക്ക് ടു മീ ഫസ്റ്റ്. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സോൾ കണക്ഷനൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അവർക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് വരണം, എക്സ്പ്രസ് ചെയ്യണം, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. ദേ ആർ മിസ്സിങ് യു. ഓക്കെ, നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, ഡിസയർ നിങ്ങളുടെ അടുത്തുണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കണം. എന്ന് ചോദിച്ചാൽ ചാടിക്കയറി പോയി സംസാരിക്കണം എന്നല്ല, വെയിറ്റ് ഫോർ ദ റൈറ്റ് മൊമെൻറ്റ്. ഓക്കെ, സോ ദേ ആർ ആക്ച്വലി വെയിറ്റിംഗ് ബിക്കോസ് ദേ ആർ മിസ്സിങ് യു ലോട്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ മിസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് തോന്നും ലൈക്ക് നിങ്ങൾ വേണം എന്ന് തോന്നും, പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും കാര്യം അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ആ ഒരു സോൾ കണക്ഷൻ, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, സെയിം നാട്ടുകാർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ പരിചയപ്പെട്ടുള്ള ആൾക്കാരായിരിക്കാം. ആ ഒരു സോൾ കണക്ഷൻ, എസ്പെഷ്യലി ആ ഒരു സോൾ കണക്ഷനൊക്കെ അവർക്ക് തോന്നിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ആ ഒരു സോൾ മേറ്റ്, ട്വിൻ ഫ്ലെയിം ഫീലിങ്സ്. ഓക്കെ, ആ ഒരു എനർജി ഒക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതാണ് അവരുടെ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് അവർക്കറിയാം. പക്ഷേ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളോടുള്ള ഒരു പാഷൻ. സോ അത് സ്പെഷ്യലാണ്. അത് ആ ഒരു ഫീലിങ്സ്, നിങ്ങളടുത്ത് തോന്നിയിട്ടുള്ള ഫീലിങ്സ് ഒന്നും അവർക്ക് വേറെ ആരുടെടുത്തും തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളോടുള്ള ഒരു പാഷൻ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈക്ക് യു ഓൺ ദ ഹാർട്ട്. അവിടെ വേറെ ആർക്കും സ്ഥാനമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യു. ഈഗോ ആണെന്നുണ്ടെങ്കിലും, എത്ര അവർ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും, അവരുടെ ഹാർട്ടിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടുള്ളത്, ഈവൻ അവർ ഇപ്പം കറൻ്റ്ലി അവർ ഒരു കാര്യം റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഹാർട്ട് അല്ലെങ്കിൽ അവരുടെ സോൾ ക്രേവ് ചെയ്യുന്നത് നിങ്ങൾക്കാണ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു പാഷൻ ഉണ്ട് ഒരു കറന്റ് സിറ്റുവേഷനിൽ. ഹൗ ആർ ദേ ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ? കാർഡ് നമ്പർ 3, ദേ ആർ ഫീലിംഗ് ടു യു റൈറ്റ് നൗ. സോ എന്തൊക്കെ സംഭവിച്ചാലും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അവർ ഹോൾഡ് ചെയ്യാണ്, ഒബ്സഷനാണ്. അവരായിട്ടൊന്നും ചെയ്യില്ല, പക്ഷെ അവർ വിട്ടുകൊടുക്കില്ല. ഓക്കെ, they are missing you a lot, especially card number 3. They know the truth of this relationship. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ട്രൂത്ത് അറിയാം, കണക്ഷൻ അറിയാം. സോ യു ബോത്ത് ഹാവ് ടു ആക്സെപ്റ്റ് ദിസ് കണക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളാണ്, സോൾ മേറ്റ്. ഇനിയും നിങ്ങൾ ഒരുമിച്ച് പോകേണ്ട ആൾക്കാരാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും, ഈവൻ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, യു ഹാവ് ടു ആക്സെപ്റ്റ് ദ ട്രൂത്ത് ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്, ഒബ്സസ്ഡ് ആവരുത്. ഈവൻ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിലും അതിനൊരു റീസൺ ഉണ്ടായിരിക്കാം. ഓക്കെ, യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ മേറ്റ്. ഫീലിംഗ് അബൌട്ട് യു റൈറ്റ് നൗ. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. വളരെ ഹെവി ആയിട്ട് തോന്നുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആവാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് തന്നെ ഈ സിറ്റുവേഷന് മേ ബി നിങ്ങളും അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും, കോൺവെർസേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇനീഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടായിരിക്കാം. പക്ഷേ അവരായിട്ട് തന്നെ അവരെ ഈ ഒരു സിറ്റുവേഷനിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ദേ ഡോണ്ട് വോണ്ട് ടു കം ഔട്ട് ഓഫ് ദിസ്, ഈ ഒരു സിറ്റുവേഷന്. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരില്ല എന്ന് അവർക്കൊരു തോന്നലുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരാത്തതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, പക്ഷെ അവർക്ക് ഈ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഇമോഷൻസ് ഒന്നും അവർക്ക് വിട്ട് കളയാനും പറ്റുന്നില്ല. ആ ഒരു സോൾ കണക്ഷൻ, നിങ്ങളോടുള്ള ആ ഒരു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സോൾമേറ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതാണ് ഇവിടെ നിങ്ങൾ മിറർ ചെയ്യുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും രണ്ടാൾക്കും മനസ്സിലാവും
ഒരാളുടെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. യു ഡോണ്ട് നീഡ് ടു ടോക്ക് ടു ഈച്ച് അതർ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഒരാളുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും യു ക്യാൻ സെൻസ് ദെയർ എനർജി, യു ക്യാൻ സെൻസ് ദം. നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ ഒബ്സസ്ഡ് ആണ്. ഈ ഒരു കാര്യത്തിൽ അവർ ഒരുപാട് ഒബ്സസ്ഡ് ആണ്, ഒരുപാട് കെയറിങ് ആണ്. ഓക്കെ, ഈ ഒരു എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഇമോഷണലി നിങ്ങൾക്ക് തോന്നും അവർ എന്താണ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്തത്, അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്തോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അവരായിട്ട് തന്നെ അവരെ കൺട്രോൾ ചെയ്യാണ്, അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങളുടെ അടുത്ത്. സോ മേ ബി അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരില്ല എന്ന് തോന്നിയോണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും കാര്യം വേറെ ആരെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം. മേ ബി യു ആർ ഓൾറെഡി മാരീഡ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരായിട്ട് തന്നെ അവർ സിംഗിൾ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം അവരെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ യു ഹാവ് ടു അക്സെപ്റ്റ് ദിസ് റിലേഷൻഷിപ്പ്, യു ബോത്ത് ഹാവ് ടു അക്സെപ്റ്റ് ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന വേണം. കാരണം നിങ്ങൾ മീറ്റ് ചെയ്തതിന് ഒരു പേർപ്പസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ട ആൾക്കാരായിരിക്കാം. ഓക്കെ, ആ ഒരു ഒബ്സെഷനൊന്നും ഈ ഒരു കാര്യത്തിൽ വേണ്ട. രണ്ടാൾക്കുണ്ട്, രണ്ടാളും ഒബ്സസ്ഡ് ആണ്, രണ്ടാളും ഹോൾഡ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻ, രണ്ടാളും ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. രണ്ടാൾക്കും സ്നേഹം, കെയറിങ് എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്റ്റക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, ദേ വോണ്ട് ടു ടോക്ക് ടു യു, പക്ഷെ അവരായിട്ട് വരില്ല. മേ ബി നിങ്ങളായിട്ട് തന്നെ ഇനിയും അവരുടെ അടുത്ത് പോയി സംസാരിക്കാം. അവരുടെ ലൈഫിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് പിടിച്ചിട്ടുള്ളത്, അവരുടെ മനസ്സിലുള്ളത് നിങ്ങളാണ്. സോ അതാണ് കാർഡ് നമ്പർ 3. നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓക്കെ, സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്